ഇപ്പോൾ ചില പേഷ്യൻസിനൊക്കെ വൈറൽ ലോഡ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഈ വൈറൽ ലോഡ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ CD4 കൗണ്ട് കൂടിയിരിക്കുന്നതാണ് നമ്മളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഘടകം. ഈ വൈറൽ ലോഡ് എന്ന് പറഞ്ഞത് വൈറസിന്റെ എണ്ണമാണ് കണക്കാക്കുന്നത്. ആ വൈറസിന്റെ എണ്ണം എത്ര കുറയുന്നോ അത്രയും നമ്മൾക്ക് നല്ലതാണ്. നമ്മളുടെ കൗണ്ട് ചിലപ്പോൾ വൈറസിന്റെ എണ്ണം കൂടിയിരിക്കും. അതായത് മെഡിസിൻ എടുക്കാത്തൊരു വ്യക്തിയിൽ എപ്പോഴും വൈറസിന്റെ എണ്ണം ലക്ഷക്കണക്കിന് ഉണ്ടാവാം. പക്ഷെ മെഡിസിൻ എടുത്തൊരു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ, അതായത് അവർ കറക്റ്റായ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ മരുന്ന് എടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഒരു 3 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ വൈറസ് അൺഡിറ്റക്റ്റഡ് ലെവലിലേക്ക് എത്തും. അതായത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അത്രയും താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മെഡിസിൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം എങ്ങാനും ഒരു 1-2 ദിവസം സ്റ്റോപ്പ് ചെയ്താൽ തന്നെയും തിരിച്ച് ഈ റീഇൻഫെക്ഷൻ ഉണ്ടാവാനും അവരുടെ വൈറസ് അതിനെതിരെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വൈറൽ ലോഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചില പേഷ്യൻസിലൊക്കെ ഇങ്ങനെ CD4 കൂടാതിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വൈറൽ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാറുണ്ടല്ലോ. എന്താണ് ഈ വൈറൽ റെസിസ്റ്റൻസ്? വൈറൽ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്താൽ അത് കൂടുതൽ കോസ്റ്റ്ലിയായ ടെസ്റ്റാണ്. പക്ഷേ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ഏതെല്ലാം മെഡിസിൻ ഇവർക്ക് പ്രയോജനപ്പെടും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ചിലപ്പോൾ ഒരു നേരത്തെ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അവർക്ക് ഏതെല്ലാം മെഡിസിൻസിനോട് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം മെഡിസിൻസ് അവർക്ക് ആക്ട് ചെയ്യില്ല എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു. ഇപ്പോൾ നമുക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഫസ്റ്റ് ടൈം എങ്ങനെ പോയി ടെസ്റ്റ് ചെയ്യും? സാധാരണ എങ്ങനെയാണ് ഒരു രോഗമുണ്ടെന്ന് അയാൾക്ക് സ്വയം തോന്നുന്ന ഒരാൾക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണം, എനിക്കൊന്ന് HIV ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊക്കെ മാർഗങ്ങളാണ് അതിനുള്ളത്? അതായത് അവർ ആദ്യമേ തന്നെ ഒരു ഡോക്ടറെയോ കൗൺസിലറെയോ ചെന്ന് കാണുക. ICTCs നമുക്ക് എല്ലാവിടെയും അവൈലബിൾ ആണ്, എല്ലാ മെഡിക്കൽ കോളേജിലും തന്നെ, എല്ലാ ജില്ലകളിലും ഒരു ICTC. അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ, ഈ ടെസ്റ്റ് കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അമൃത ഹോസ്പിറ്റലിൽ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ICTC വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് രോഗി എങ്ങനെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്? അതായത് അവർക്ക് നമ്മൾ ആദ്യമേ പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് നമ്മൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് കോൺഫിഡൻഷ്യൽ ആണെന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുക്കും. കാരണം നമ്മൾ ഒരിക്കലും അവരുടെ വ്യക്തിപരമായ വിവരങ്ങളോ അല്ലെങ്കിൽ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് ആർക്കും അറിയിക്കുന്നില്ല. നമ്മൾ അവരുടെ ചിലപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇത്രയും നമ്പർ ഓഫ് പീപ്പിൾ നമുക്ക് വന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്തു, ഇത്രയും ആൾക്കാർക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ നെഗറ്റീവായി, ആ നമ്പേഴ്സ് മാത്രമേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവരുടെ വിവരങ്ങളൊന്നും നമ്മൾക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ആ ഒരു ഡൗട്ടാണ് പലരെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് പലരും അവിടെ പോകാൻ മടിക്കുന്നത്. ഈ ഒരു ഡൗട്ട് എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ആ ഒരു ക്ലിനിക്കിനകത്തേക്ക് അവർക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് പലർക്കും, അതായത് നമ്മൾ ഇവിടെ തന്നെ ഉള്ള പേഷ്യൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്ക് ആക്ടിവിറ്റി നമുക്ക് എടുക്കാം. അതായത് ഗ്രൂപ്പ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉള്ള ആളുകൾ, അതായത് ഒരേ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകൾ, അവരെ ഒരുമിച്ചിരുത്തി അവരുടെ ഇടയിൽ തന്നെ ഒരു ഷെയറിങ് ഉണ്ടാക്കിയെടുക്കുക. ഇവരുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വേറെ ആളുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റ് അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസർ പോലുള്ള എന്ത് അസുഖങ്ങളാണെങ്കിലും ഷെയർ ചെയ്താൽ അവർക്കതിന് ഒരു സിമ്പതി കിട്ടും, മറ്റുള്ളവരിൽ നിന്നൊരു സിമ്പതി കിട്ടും. ഈ അസുഖം ഷെയർ ചെയ്താൽ ഒരിക്കലും ആ സിമ്പതി അവർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്കത് ഷെയർ ചെയ്യാൻ മടിയുണ്ടാവും, ആരോടാണെങ്കിൽ തന്നെയും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് വർക്ക് നമുക്ക് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പലർക്കും അതിനോട് മടി, അതായത് ഈ അസുഖം ബാധിച്ചവർ തന്നെ മീറ്റ് ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം രോഗിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ മരുന്നൊന്നും കഴിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ, മരുന്നൊന്നും കഴിക്കുന്നില്ല, ടെസ്റ്റിങ്ങിനൊന്നും പോകുന്നില്ല, ഈ അസുഖം എങ്ങനെയാണ് വളരെ ബാഡായി മാറുന്നത്? കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ നമ്മുടെ CD4 കൗണ്ട്, അതായത് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അതിനെതിരെയുള്ള മെഡിസിൻസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പതുക്കെ നമ്മുടെ CD4 കൗണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ക്രമേണ ഒരു മെഡിസിൻ ഇല്ലാതെ ഒരു 9 തുടങ്ങി 11 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ 15-20 വർഷം വരെയൊക്കെ മെഡിസിൻ ഇല്ലാതെ വരെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ 9 അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തെ അവരുടെ ശാരീരിക അവസ്ഥ വളരെ മോശപ്പെട്ട നിലയിലാണ് കാണപ്പെടാറ്. മിക്കവരും തന്നെ കിടപ്പായ നിലയിലോ അല്ലെങ്കിൽ TB, ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച നിലയിലൊക്കെയാണ് ആ സമയത്ത് അവരെ കാണപ്പെടുന്നത്. മിക്കവാറും തന്നെ അവരുടെ CD4 കൗണ്ട് ആ സമയത്ത് 100-ന് താഴെയും തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പലപ്പോഴും പല അസുഖങ്ങളും, ഇപ്പം ഒരുപാട് തരം അസുഖങ്ങൾ, ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അസുഖം ബാധിച്ച് ഒരാൾ മരിക്കുകയാണെങ്കിൽ, HIV രോഗം വന്ന അസുഖം ബാധിച്ച് മരിക്കുകയാണെങ്കിൽ, കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ആ ബോഡി ദഹിപ്പിക്കാൻ എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളുമുണ്ടോ? അതായത് മരിച്ച വ്യക്തിയുടെ
രക്തം പുറത്തേക്ക് ഒഴുകുന്ന ഭാഗങ്ങളിൽ ഈ അണുക്കൾ കൂടുതലായിരിക്കും. ഈ അണുക്കൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതായത് അവർക്ക് ഈ അണുക്കൾക്ക് ഒരിക്കലും ഒരു മരിച്ച വ്യക്തിയിലോ അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലോ ജീവിക്കാൻ സാധിക്കില്ല. ഒരു ജീവിക്കുന്ന വ്യക്തിയിലോ മൃഗത്തിലോ മാത്രമേ അതിന് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ മരിക്കുന്ന സമയം. ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ രക്തസ്രാവങ്ങളിലും ഈ അണുക്കൾ കൂടുതലായി വരാം. അപ്പോൾ ആ സമയത്ത് ഈ മരണത്തിൻ്റെ സമയത്ത് അതിനുവേണ്ടിയുള്ള ക്രിയകൾ ചെയ്യുമ്പോഴും ആളെ തുടയ്ക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. 1-2 ഗ്ലൗസുകൾ അന്നേരത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ബ്ലീഡിംഗ് ഒക്കെ ഉള്ള അവിടെ കോട്ടൺ വെച്ച് അടയ്ക്കാനൊക്കെ ശ്രമിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്.